നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL സ്ക്വാഡ് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ലക്നൗ സൂപ്പർ ജയൻസിനെ കുറിച്ചാണ്. LSG ഈ IPL ലേലത്തിൽ ഞെട്ടിച്ച ടീമാണവർ. ഒരു താരത്തിന് വേണ്ടി IPL ചരിത്രത്തിൽ മുടക്കുന്ന ഏറ്റവും വലിയ തുക 27 കോടി അവർ മുടക്കിയിട്ടാണ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്. ഋഷഭ് പന്ത് എന്ന താരം ഇന്ത്യൻ ക്രിക്കറ്റിലെ പോസ്റ്റർ ബോയിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ 27 കോടിയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത് എത്രത്തോളം ശരിയായി എന്നുള്ള ചർച്ചയൊക്കെ വേറെ വരേണ്ടതുണ്ട്. അന്താരാഷ്ട്ര T20യിൽ അദ്ദേഹം അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ IPL മോശമല്ലാത്ത പെർഫോമൻസ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ കമൻറ്റ് ബോക്സിൽ നേരത്തെ LSGയുടെ വീഡിയോ ഒക്കെ ചെയ്ത ഘട്ടത്തിൽ, അവർ സ്ക്വാഡ് പരിചയപ്പെടുത്തിയ വീഡിയോ ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഇത് ടെസ്റ്റല്ല T20 ആണ് എന്നൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ടെസ്റ്റിൽ പന്ത് കിടിലൻ കളിയാണ്, സംശയമില്ല. പക്ഷേ T20യിൽ അതേ മികവുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. ഏതായാലും 27 കോടിക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് വെറുതെയല്ല, ക്യാപ്റ്റനാക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. എഡൻ മർക്രമൊക്കെ അവിടെയുണ്ട്. പക്ഷേ എന്നാൽ പോലും നായക സ്ഥാനത്തേക്ക് ഋഷഭ് പന്ത് തന്നെയാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട്, അതായത് 25 താരങ്ങളെ മാക്സിമം എടുക്കാം എന്നുള്ളതിൽ 24 താരങ്ങളെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടും പക്ഷേ ഓപ്പണേഴ്സ് ഇവിടെ, ഒരു ഇന്ത്യൻ ഓപ്പണർ ഇവിടെ, പ്രൂവ് ചെയ്യപ്പെടുന്നൊരു ഓപ്പണിംഗ് പെയർ ഇവിടെ, ഈ ചോദ്യം അവിടെ ബാക്കിയുണ്ട്. LSGയുടെ മൊത്തം കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 27 കോടി കൊടുത്ത് ഋഷഭ് പന്തിനെ വാങ്ങിയതിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് അത്ര മികച്ച രൂപത്തിലുള്ള ഒരു ലേലം വിളിയാണോ അവർ നടത്തിയത്? ഒരു സംശയം വേണ്ട. വളരെ എൻവിയബിൾ ആയിട്ടുള്ള, ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ടോപ്പ് 6 അവർക്കുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യൻ ഓപ്പണർ ഇല്ല. അതേസമയം സ്ക്വാഡിന് ഇന്ത്യൻ ബൗളിംഗ് ഓപ്ഷൻസ്, പേസ് ബൗളിംഗ് ഓപ്ഷനും സ്പിൻ ബൗളിംഗ് ഓപ്ഷനും ഒക്കെ ആയിട്ട് ഇന്ത്യൻ ബൗളിംഗ് ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പ് ഓവർസീസ് പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും അവർ തീരുമാനിക്കുന്നുണ്ടാവുക എന്ന് വേണം കരുതാൻ. അവരുടെ സ്ക്വാഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എടുത്ത് നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്തും നിക്കോളാസ് പൂറനും ഒരുമിച്ച് ഒരു 11ൽ വന്നാൽ രണ്ടുപേരും പൊളിച്ചെടുക്കുന്ന തരത്തിൽ ബാറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? എതിരാളികളെ തച്ച് തകർക്കാം. ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് യൂണിറ്റ് അവർക്കുണ്ട്. അതൊരു സ്ട്രെങ്ത്ത് തന്നെയാണ്. എക്സ്പീരിയൻസ്ഡ് മിഡിൽ ഓർഡറുണ്ട്. ഡേവിഡ് മില്ലറെ പോലെയുള്ള താരങ്ങളുണ്ട്. മിച്ചൽ മാർഷിനെ പോലെയുള്ള താരങ്ങളുണ്ട്. അതുപോലെ സ്ട്രോങ് ഇന്ത്യൻ ബൗളിംഗ് യൂണിറ്റ് ഉണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ വീക്ക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് പ്രൂവൺ ഓപ്പണിംഗ് പെയർ. ഇനിയിപ്പോൾ ആരെ ഓപ്പൺ ചെയ്യിക്കും? എഡൻ മർക്രം ഓപ്പൺ ചെയ്യുമോ? മാത്യു ബ്രീഡ്സ്കെ വെച്ച് ഓപ്പൺ ചെയ്യുമോ? അതാണ് കണ്ടറിയേണ്ടത്. അതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ഒരു ഓവർസീസ് ബൗളറുണ്ടോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില വീക്ക്നെസ്സുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അവരുടെ സ്ക്വാഡ് നമ്മൾ ഇങ്ങനെ ബാറ്റർ, ബൗളർ, അതായത് വിക്കറ്റ് കീപ്പർ, ഓൾറൗണ്ടർ, സ്പിന്നർ, ഫാസ്റ്റ് ബൗളർ, ഇങ്ങനെ നമ്മളൊന്ന് വകതിരിച്ച് നോക്കിയാൽ ബാറ്റേഴ്സായിട്ട് എയ്ഡൻ മർക്രം, ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനിയെ റീറ്റൈൻ ചെയ്തതായിരുന്നു, ഹിമ്മത് സിംഗ്, മാത്യു ബ്രീഡ്സ്കെ എന്നിവരാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം, എഡൻ മർക്രം സമീപകാലത്ത് T20യിൽ അത്ര മികച്ച ഫോമിലല്ല. ഡേവിഡ് മില്ലർ പഴയ കില്ലർ മില്ലർ ആണോ എന്നൊരു ചോദ്യം എന്തായാലും ആരാധകർക്കുണ്ട്. എങ്കിൽ പോലും മോശമല്ലാത്ത ഒരു ബാറ്റിംഗ്. കാരണം വിക്കറ്റ് കീപ്പേഴ്സായിട്ടുള്ളത് ആരൊക്കെയാണ്? നിക്കോളാസ് പൂറൻ പൊളിച്ചെടുക്കുന്ന ബാറ്ററാണല്ലോ. അതുപോലെ ഋഷഭ് പന്ത്, ദെൻ ആരിൻ ജുയൽ, ഇതാണ് അവരുടെ വിക്കറ്റ് കീപ്പർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. ഓൾറൗണ്ടേഴ്സായിട്ടുള്ളത് അബ്ദുൽ സമദ്, മിച്ചൽ മാർഷ്, ഷഹബാസ് അഹമ്മദ്, യുവരാജ് ചൗധരി, രാജ്വർദ്ധൻ ഹങ്കർഗേക്കർ, അർഷിൻ കുൽക്കർണി. സ്പിന്നേഴ്സ് നോക്കുകയാണെങ്കിൽ രവി ബിഷ്ണോയി, എം സിദ്ധാർത്ഥ്, ദിഗ്വേഷ് സിംഗ് എന്നിവരാണ്. ബിഷ്ണോയിയെ അവർ റീറ്റൈൻ ചെയ്തതാണ്, മിന്നും ഫോമിൽ കളിക്കുന്ന താരമാണ്. ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് മയങ്ക് യാദവ്, അദ്ദേഹത്തെ റീറ്റൈൻ ചെയ്തതാണ്. അതുപോലെ മൊഹസിൻ ഖാൻ, അദ്ദേഹത്തെയും റീറ്റൈൻ ചെയ്തതാണ്. പിന്നെ ആകാശ് ദീപിനെ കൊണ്ടുവന്നു, ആവേശ് ഖാനെ കൊണ്ടുവന്നു, ആകാശ് സിംഗ് ഉണ്ട്, ഷാമർ ജോസഫ് ഉണ്ട്, പ്രിൻസ് യാദവ് ഉണ്ട്. സോ ടീമിനെ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നമാണ് മുഴച്ചു നിൽക്കുന്നത്. ഓപ്പണിംഗ് പെയർ ആരായിരിക്കും എന്നുള്ളത്. നമ്മളവരുടെ ഒരു പ്രോബബിൾ 12ലേക്കൊന്ന് പോവുകയാണെങ്കിൽ മിച്ചൽ മാർഷും എഡൻ മർക്രമും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് കരുതിയാൽ, അങ്ങനെ വെച്ചാൽ വോൺ ഡൗൺ ആയിട്ട് ഋഷഭ് പന്ത്, അതല്ല ഇനി ഋഷഭ് പന്ത് ഓപ്പൺ ചെയ്യുമോ? അതൊക്കെ കണ്ടറിയണം, കാത്തിരിക്കണം. ദെൻ നമ്പർ 4ൽ നിക്കോളാസ് പൂറൻ, ദെൻ ആയുഷ് ബഡോനി, ദെൻ ഡേവിഡ് മില്ലർ, ഷഹബാസ് അഹമ്മദ്, അബ്ദുൽ സമദ്, രവി ബിഷ്ണോയി, ആവേശ് ഖാൻ, മൊഹസിൻ ഖാൻ,
മയങ്ക് യാദവ് അവരുടെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വരും എന്നും കരുതാം. ഇതാണ് അവരുടെ ഒരു ബെസ്റ്റ് 12 നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.